മൈൻക്രാഫ്റ്റിൽ 4 ഗെയിം മോഡാണുള്ളത്. സർവൈവൽ, ക്രിയേറ്റീവ്, അഡ്വഞ്ചർ, പിന്നെ അവസാനമായിട്ട് സ്പെക്ടേറ്റർ മോഡ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോവാണ് നമുക്ക് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡീഷൻ്റെ അകത്ത് സ്പെക്ടേറ്റർ മോഡിൽ ഈ ഗെയിം ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു സ്പെക്ടേറ്റർ മോഡിനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇമ്പോസിബിളാണ്. പ്രത്യേകിച്ച് ജാവ എഡീഷൻ്റെ അകത്താണെങ്കിൽ നമുക്ക് സ്പെക്ടേറ്റർ മോഡിൻ്റെ അകത്ത് മോബിനെയൊക്കെ സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് അതും പറ്റില്ല. നമുക്ക് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഈ സ്പെക്ടേറ്റർ മോഡിൽ ഇത് ബീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോവാണ്. ഓക്കെ, ഇത് ചെസ്റ്റ് പോലും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. എൻഡ് പോർട്ടൽ നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും എൻഡ് പോർട്ടലായിട്ട് എത്തുവാണ് നമുക്കിന് തയ്യും വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ഇത് വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പറ്റത്തില്ല. നമുക്കിന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, എങ്ങനെയൊക്കെ എത്തും. ഇനി അഥവാ നമ്മളെങ്ങാനും എൻഡ് പോർട്ടൽ കത്തിക്കുവാണേൽ നമുക്കിതിൻ്റെ അകത്തോട്ട് പോകാനും പറ്റില്ല. സത്യം പറയുവാണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു ഇമ്പോസിബിളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ എൻഡിലെത്തണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, നെതർ പോർട്ടൽ ബിൽഡ് ചെയ്ത് നോക്കാം. കയറാൻ പറ്റത്തില്ലെന്നറിയാം, എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ ഇല്ല എന്നാണ് നോക്കുന്നത്. ഓക്കെ, ആ കാര്യത്തിലും തീരുമാനമായി. ഇല്ല ഗൈസ്, നെതറിൽ കയറാൻ പറ്റത്തില്ല. ഈ പരിപാടി ഞാൻ പകുതിക്ക് വെച്ച് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടത് സ്പെക്ടേറ്റർ മോഡിലെ ഗ്ലിച്ചിനെ പറ്റി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സ്പെക്ടേറ്റർ മോഡ് ആഡായ ആ ഒരു വെർഷൻ അത് നമുക്കൊന്ന് കളിച്ച് നോക്കാമെന്ന്. ഇനി അതിലെന്തെങ്കിലും പറ്റിയാലോ. അതുകൊണ്ട് നമുക്ക് വലിയ ഗ്ലിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വെർഷൻ ഒന്ന് മാറ്റേണ്ടി വരും. മൈൻക്രാഫ്റ്റ് വെർഷൻ 1.19.0 ഇതിനാണ് സ്പെക്ടേറ്റർ മോഡ് ആദ്യമായിട്ട് മോജാങ് ആഡ് ചെയ്തിട്ടുള്ളത് ബെഡ്റോക്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വലിയ ഗ്ലിച്ച് കണ്ടുപിടിക്കാനോ എൻഡിൽ കയറാനോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. നമുക്കാദ്യം എൻഡിൽ കയറാൻ പറ്റുമെന്ന് തന്നെ തുടങ്ങാം. എൻഡിൽ കയറാൻ പറ്റുവാണെങ്കിൽ പകുതി കാര്യം ഡണ്ണായി ഗൈസ്. ഇനി ഇതിലും വർക്കായില്ലേ നമുക്ക് വെർഷൻ പിന്നെ ഒന്ന് മാറ്റി നോക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ പോർട്ടൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ നോക്കിയാൽ മതി. ഇതും പറ്റിയില്ല, ഇനി വെർഷൻ മാറ്റേണ്ടി വരും. ഓക്കെ, നമ്മൾ സ്പെക്ടേറ്റർ മോഡിലോട്ടായിട്ടുണ്ട്. സ്പെക്ടേറ്റർ മോഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. മറ്റേതിലെ പോലെ പകുതി തല പോലെയല്ല കാണുന്നത്. നമുക്കിന്നത്തെ വേറെ എന്തെങ്കിലും പരിപാടി, നമുക്ക് മോബിനെ വല്ലോ സ്പെക്ടേറ്റ് അങ്ങനത്തെ വല്ലോ ഇല്ല ഗൈസ്. മോബിനെ ഇടിക്കാനോ അങ്ങനത്തെ ഒരു പരിപാടിയും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. യെസ്, വർക്കായി. നമ്മൾ എൻഡിലെത്തി ഗൈസ്. അങ്ങനെ അവസാനം നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോർട്ടൽ എങ്ങനെ കത്തിക്കുമെന്ന് ആലോചിക്കണം. അതിനൊരു ഐഡിയ എന്നാന്ന് വെച്ചാൽ ഒരു സെറ്റ് സീഡ് തപ്പി കണ്ടുപിടിക്കണം. എനിക്ക് 1.90 ഒരു സീഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരുത്തൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് സീഡ്. എല്ലാവരും ടൈപ്പ് ചെയ്ത് വേണം കയറിക്കോ. ഇതിൻ്റെ അകത്ത് 12 ഐ ഉള്ള പോർട്ടലും കിട്ടും. മൊത്തം കത്തിക്കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വേൾഡ് ഇപ്പോൾ സ്റ്റാർട്ടാവും. ഓക്കെ, നമ്മുടെ വേൾഡ് ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെക്ടേറ്റർ മോഡിലോട്ട് പോകാം. ഇത് കമാൻഡ് അടിച്ചാൽ സ്പെക്ടേറ്റർ മോഡിലോട്ട് പോകത്തുള്ളൂ ഈ ഒരു വെർഷൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു എൻഡ് പോർട്ടൽ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകണം. എനിക്ക് ആ കോർഡിനേറ്റ് നേരത്തെ അറിയാം. നമുക്ക് നേരത്തെ ആ സ്ഥലത്തോട്ട് ഇനി പോയാൽ മതി. ഓക്കെ, ഞാൻ ആ സ്ഥലം എത്താറായി. എത്തി. ഈ ഒരു വില്ലേജിൻ്റെ അടിയിലാണ് ആ പോർട്ടലുള്ളത്. ആ പോർട്ടൽ ഇനി മൊത്തം കത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ മേല. ഈ സീഡിൻ്റെ അകത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടത് മൊത്തം കത്തി എന്നുള്ളതാണ്. അതെ, കറക്റ്റാ. ഓക്കെ, നമ്മൾ ഫൈനലി ഇത് സ്പെക്ടേറ്റർ മോഡി ബീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമുക്ക് നേരെ ഞകത്തോട്ട് പോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എൻഡിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ഓർത്തെ, നമുക്ക് ഡ്രാഗനെ കൊന്നാലല്ലേ ഗെയിം ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ചെയ്യും? ഓ നോ, നമുക്ക് ഡ്രാഗനെ അടിക്കാൻ പറ്റത്തില്ലല്ലോ.
ഓക്കെ ഗൈസ്, ഇവിടുന്ന് പോയി ഞാൻ വേറെ വെർഷനൊക്കെ മാറ്റി നോക്കി. നമുക്കിതിൻ്റെ അകത്ത് ഡ്രാഗനെ അടിക്കാൻ പറ്റത്തില്ല, എൻഡ് ക്രിസ്റ്റൽ പോലും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇല്ല ഗൈസ്, നമുക്കിത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അത് കമാൻഡ് അടിക്കണം. സ്പെക്ടേറ്റർ മോഡ് ചത്തടേ. ഓക്കെ, വീണ്ടും സ്പോണിൽ. ഓക്കെ, ഞാനങ്ങനെ എൻഡിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗനെ നമ്മൾ കൊന്നിട്ടുണ്ട്. നമ്മൾ ഏതാണ്ടൊക്കെ എത്തിയതായിരുന്നു. ഇനി ഗേറ്റിലോടി ആടിയേക്കാം. അപ്പം മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡീഷൻ്റെ നമുക്ക് സ്പെക്ടേറ്റർ മോഡിൽ ഗെയിം ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ.